ഈ പറഞ്ഞതുമായിട്ടെല്ലാം ബന്ധപ്പെട്ടതാണ്. ഫിലിപ്പ് ലേഖനത്തിൽ നിന്നാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതാണ്. ഫിലിപ്പിയർ 3:3 മുതൽ, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോസ്തലനായ പൗലോസ് നമ്മളെക്കുറിച്ച് പറയുവാണ്, അല്ലെങ്കിൽ തന്നെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും പറയുവാണ്. നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിയർ എല്ലാവരും പരിച്ഛേദനക്കാരായിരുന്നു. അവരുടെ ശരീരത്തിൻ്റെ അഗ്രചർമ്മമാണ് പരിച്ഛേദനയായിട്ട് സർക്കംസിഷൻ ചെയ്തത്. പക്ഷേ പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നമ്മൾ പുറമേയുള്ള പരിച്ഛേദനയല്ല, ഹൃദയത്തിൻ്റെ പരിച്ഛേദന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം മുറിച്ചുകള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറയുവാണ്, നാമല്ലോ പരിച്ഛേദനക്കാർ. ആ പരിച്ഛേദനക്കാർ എങ്ങനെയായത് അവിടെ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോൾ നമ്മളോട് നമ്മൾ ജഡത്തിൽ ആശ്രയിക്കുന്നവരല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലഷിൽ ആശ്രയിക്കുന്നവരല്ല. ജഡത്തിൻ്റെ നേരത്തെ നമ്മൾ കേട്ടു, വിശ്വാസത്തിൽ നിന്നുളവാകാത്തതെല്ലാം പാപമാണ്. നമ്മുടെ വിശ്വാസമാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുന്നതല്ല. അതുമാത്രമല്ല, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ വിശ്വസിക്കുകയത്രേ എന്നുള്ള ആ വചനമൊക്കെ നമ്മൾ കേട്ടല്ലോ. അപ്പോൾ ഇവിടെല്ലാം പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യമാണ്, നമ്മുടെ സ്വന്തം ജഡത്തിൻ്റെ പരിശ്രമത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ല ഇത് നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുള്ള ആരാധന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ യഥാർത്ഥ പരിച്ഛേദനക്കാർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ജഡത്തിൽ ആശ്രയിക്കുക, ഡു നോട്ട് റിലൈങ് ഓൺ അവർ ഫ്ലഷ്, നമ്മുടെ സ്വന്തം പ്രയത്നത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു കാര്യം, പഴയ ഏതോ ഒരു ദേവദാസൻ പ്രസംഗിച്ച പേര് കേട്ട ഒരു ദേവദാസനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെ പറയുമായിരുന്നു. അതായത് ക്രിസ്തു മാത്രം ആശ്രയമായിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും എല്ലാ ആശ്രയങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ മാത്രമേ ക്രിസ്തു മാത്രമേ ആശ്രയമുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളത്. അതായത് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അവസാനം ഞാൻ പറയാറുണ്ടല്ലോ, എല്ലാവരും ചില ആൾക്കാരുണ്ടല്ലോ രോഗമൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഡോക്ടറിൻ്റെ അടുക്കലൊക്കെ ചെന്നിട്ട് ഡോക്ടർമാർ പല മരുന്നുകൾ മാറി പരിശോധിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എല്ലാം കഴിഞ്ഞ് വെച്ച് പറയും, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു, ഇനി പ്രാർത്ഥിക്കുക എന്ന് പറയും അല്ലേ. അപ്പം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഇതൊരു അസുഖത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ കാര്യത്തിനകത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് കഴിയാവുന്നിടത്തോളമെല്ലാം നമ്മളെല്ലാം പ്രവർത്തിച്ച് അതെല്ലാം ചെയ്ത്, അല്ലെങ്കിൽ ഒന്നുകിൽ ചെയ്ത് അതൊരു നാശമാക്കിയ ശേഷം ഒടുവിൽ ഗതികെട്ട് കഴിയുമ്പോൾ അവസാനം ഉണ്ടല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, രക്ഷയില്ല, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നത് അവസാനത്തെ സോഴ്സ് ദൈവമാകാനല്ല, ആദ്യത്തെ സോഴ്സ് ദൈവമാകുവാനാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് പലപ്പോഴും എല്ലാം കഴിഞ്ഞ ശേഷം ഒടുവിൽ വേറെ മാർഗമൊന്നും ഇല്ലാതായിരിക്കുമ്പോൾ കർത്താവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏതൊരാവശ്യത്തിനും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ വേണ്ടിയാണ്. അത് ചെറുതും വലുതുമായിക്കോട്ടെ, ഭൗതികമായിക്കോട്ടെ, ആത്മീയമായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ അവസ്ഥകളായിക്കോട്ടെ, അതിനെല്ലാം സ്വർഗത്തിലെ ദൈവത്തിൽ ആശ്രയം വെക്കുവാനും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാനും സ്വർഗത്തിലെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദൈവ പൈതൽ ലോകത്തിൻ്റെ മുമ്പിൽ കൈ നീട്ടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ലോകക്കാരെ പോലെ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവിനെ വിശ്വസിച്ച് കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. എന്നിട്ട് ഇനി ജഡത്തിൽ ആശ്രയിക്കുന്നത് എന്തോ ആണെന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് താഴോട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക്, 4-ാം വാക്യമാണ്, പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. പൗലോസ് പറയുവാണ്. എന്നിട്ട് പറയുവാണ്, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. ഇതെല്ലാം മതത്തിൻ്റെ കാര്യങ്ങൾ. അതായത് യഹൂദ മതത്തിൽ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്ത ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ,
ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. ഈ പരീശൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു നെഗറ്റീവ് വാക്ക് പോലെയാണ് സാധാരണ കേട്ടിട്ടുള്ളത്. കാരണം പരീശന്മാർ കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ഒരു നെഗറ്റീവ് രീതിയിലുള്ളവരാണ്. കാരണം അവർ യേശുവിനെക്കാട്ടിലും കൂടുതൽ മതത്തിൽ ആശ്രയിച്ചവരും മതവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ച ആൾക്കാരുമാണ്. അതുകൊണ്ടാണ് പരീശന്മാരെ കുറിച്ച് നമുക്ക് പോസിറ്റീവായിട്ടൊരു വാക്ക്, പരീശൻ എന്ന് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഇതാണ്. യഥാർത്ഥത്തിൽ പരീശൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാനും ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരെ പഠിപ്പിക്കാനും അത് ദൈവത്തിൻ്റെ ആലയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ അടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അവരുടെ ആശ്രയം മൊത്തം, അതായത് അവരുടെ പ്രാർത്ഥന, അവരുടെ ഉപവാസം, അവരുടെ ദൈവവചന ധ്യാനം, അവരുടെ ചർച്ചുമായിട്ടുള്ള ബന്ധം, അവിടുത്തെ ആലയവുമായിട്ടുള്ള ബന്ധം, അതിലവർ ആശ്രയിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ആശ്രയിക്കുന്നതിനുള്ള ബന്ധത്തിൽ എന്തോ കൂടെ ഉണ്ടെന്നറിയാമോ? ഒരു മത്സരവും കൂടെ ഉണ്ടാകും. അതായത് ഞങ്ങളിൽ ആരാ ആത്മീയൻ, അത് അറിയാതെ കർത്താവിൻ്റെ ശിഷ്യന്മാരിലേക്കും പകർന്നു വരുന്നുണ്ട്. ഞങ്ങളിൽ ആരാ വലിയവൻ എന്നൊക്കെയുള്ള ചിന്ത അവർക്കും ഉണ്ടായിട്ടുണ്ട്, അല്ലേ? എന്ന് പറഞ്ഞാൽ ഈ പരീശന്മാർ തമ്മിൽ, അതായത് മന്ത്രപ്പട്ടയ്ക്ക് വീതി കൂട്ടുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് കൂടുതൽ പ്രാർത്ഥിക്കുന്നവൻ അവരുടെ മന്ത്രപ്പട്ടയ്ക്ക് വീതി കൂട്ടുന്നത് എന്തിനാ? അതായത് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നവനാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട്. അതാണ് അവരുടെ മന്ത്രപ്പട്ട, അല്ലെങ്കിൽ പ്രാർത്ഥന പ്രയർ ക്ലോത്ത് എന്ന് പറയും. അതിൻ്റെ വീതി കൂടുന്തോറും അതിൻ്റെ പ്രാർത്ഥനയുടെ ടൈം കൂടുതലാണെന്നാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ സമയം ദൈവസന്നിധി പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഇരിക്കുന്നവനാണെന്നുള്ള ഒരു രീതിയാണ്. അപ്പോൾ അവിടെ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെ വള്ളിയോ പുള്ളിയോ തെറ്റാതെ അങ്ങനെ തന്നെ ജീവിക്കാൻ ശ്രമിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് പരീശൻ എന്ന് പറയുന്നത്. അത് സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസിനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ന്യായപ്രമാണം എങ്ങനെയൊക്കെ അനുസരിക്കാമോ അതെല്ലാം അനുസരിച്ച്, അല്ലെങ്കിൽ അതിനകത്ത് അത് പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചത്, അതായത് യഹൂദ മതത്തിൻ്റെ എതിരായിട്ട് നിൽക്കുന്ന ഒരു കാര്യം അതിനകത്ത് പൊങ്ങി വന്നപ്പം അതിനെ അടിച്ചമർത്തി ഇല്ലായ്മ ചെയ്യാൻ മുന്നിൽ ഇറങ്ങി തിരിച്ച വ്യക്തിയാണ്. അതായത് ഈ മതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, യഹൂദ മതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതിനെതിരെ എന്തൊക്കെ വന്നോ അതിനെയെല്ലാം താൻ മുന്നിൽ ഇറങ്ങി നിന്നിട്ട്, ഇന്ന് നമുക്ക് അറിയാം അല്ലേ, ഇന്ന് നമ്മുടെ നാട്ടിലായാലും അത് ഞാനിങ്ങനെ ഒരു കൂട്ടരെ മാത്രം പറയില്ല, എല്ലാ കൂട്ടരിലും ഉണ്ട്. അതായത് യാക്കോബയും ഓർത്തഡോക്സും തമ്മിൽ അവരുടെ റിലീജിയനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ, ചർച്ച പിടിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നു, ഇതെല്ലാം കേസ് കൊടുക്കുന്നു, ഇതെല്ലാം എന്തുവാ എന്ന് പറഞ്ഞാൽ അവർ നിൽക്കുന്ന അതിനെക്കുറിച്ചുള്ള ആ ശുഷ്കാന്തി കൊണ്ടാണ്. അതായത് ഇത് ഞങ്ങളുടെ സഭയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ സ്ഥാപിച്ച സഭയാണ്, ഇത് പാരമ്പര്യമുള്ളൊരു സഭയാണ്, ഇതിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഇതിനെതിരെ ആരെങ്കിലും വന്നാൽ ഞങ്ങൾ ഒട്ടും വഴിമാറി കൊടുക്കത്തില്ല എന്ന് പറയുന്ന ആ എരിവിലാണ് അവർ അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പെന്തക്കോസിനകത്തായാലും ബ്രദറിലായാലും ഏതിനകത്തായാലും നമുക്ക് ഇതൊക്കെ തന്നെ കാണാം. അതുകൊണ്ടല്ലോ ഇത് ഞങ്ങളുടെ പ്രസ്ഥാനമാണ്, ഞങ്ങളുടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒട്ടും വിട്ടുകൊടുക്കാത്ത ഇത് തന്നെ പൗലോസും ചെയ്തുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ കൊല്ലാതൊക്കെ ഇരിക്കുന്നതിൻ്റെ കാരണം നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഉള്ള നിയമങ്ങളൊന്നുമില്ല. ആൾക്കാർ അതുകൊണ്ട് സഭയെ ശക്തിയോടെ പൗലോസ് ഉപദ്രവിച്ചു പോകുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് പറയുന്നത് ശുഷ്കാന്തി സംബന്ധിച്ച്. ഇതെല്ലാം എന്തുവാ? ജഡത്തിലുള്ള ആശ്രയം എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യൻ, അതായത് ന്യായപ്രമാണത്തിന് ഒരു കുറ്റം പൗലോസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. ന്യായപ്രമാണം സംബന്ധിച്ച്, അതായത് തന്നെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് വചനം അനുസരിച്ച്, ആ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാൻ ട്രൈ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. കുറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലാത്തൊരു വ്യക്തിയാണ്. അത് അനിന്യൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഇതെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം ഇട്ടേച്ച്, ഇതെല്ലാം അവിടെ ഉള്ളപ്പോൾ തന്നെ 7-ാം വാക്യം, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് താൻ ക്രിസ്തുവിനെ കണ്ടു. ഇവിടെ പറയുന്ന മനസ്സിലാകുന്നില്ല, ക്രിസ്തുവും ഈ പറഞ്ഞതും തമ്മിൽ
വളരെ വ്യത്യാസമുണ്ടെന്നുള്ളത് നമ്മൾ ദൈവമക്കൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ ഒരു മതപരമായ കുറേ ചടങ്ങുകളും, അത് ഞാൻ പറ്റില്ല ഏത് വിഭാഗമായിക്കോട്ടെ, അതിനിപ്പം കത്തോലിക്കായിട്ട്, യാക്കോബയായിക്കോട്ടെ, മർത്തോമ ആയിക്കോട്ടെ, ഓർത്തഡോക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെന്തിക്കോസ് ആയിക്കോട്ടെ, ബ്രദർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനിയും ഇതൊന്നും നോൺ ഡിനോമിനേഷണൽ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ആ ഒരു മതപരമായ ചിന്തകളും ചടങ്ങുകളും അതിലൊക്കെയാണ് നമ്മൾ ഊറ്റം കൊള്ളുന്നതെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ രീതിയല്ല, ക്രിസ്തു അല്ല. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. എന്നിട്ട് നമുക്ക് എന്തോ ഈ ക്രിസ്തു അത്രയുമല്ല, ഞാൻ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഈ 2 വാക്യങ്ങൾ വളരെ വളരെ കാതലായൊരു വാക്യമാണ്. അതായത് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നുള്ള നോട്ടം എപ്പോൾ പിൻവലിക്കുന്നോ അപ്പോഴാണ് നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലേക്ക് ആശ്രയിക്കാൻ പോകുന്നത്. 7-ാം പറഞ്ഞത്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണി. അതൊരു ചെയ്ത കാര്യം. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, അത്രയുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. അതായത് നമ്മുടെ ഈ റിലീജിയസ് മൈൻഡ് സെറ്റ് എപ്പോൾ വേണേലും പൊങ്ങി വരാം. അതൊരു അല്പം പ്രാർത്ഥനയുടെ ഇതൊക്കെ കൂടിക്കൊഴിയുമ്പോൾ നമ്മൾ ജഡത്തിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുറച്ച് വചനമൊക്കെ കൂടുതൽ നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ജഡത്തിലേക്ക്, അതായത് ഐ ആം സംതിങ് എന്ന് പറയുന്ന ഒരു ഇത് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പം പൗലോസ് പുസ്തകം പറയുവാണ്, ഞാൻ ഇപ്പോഴും എനിക്ക് ശ്രേഷ്ഠമെന്ന് തോന്നുന്നതെല്ലാം ഞാൻ ചപ്പും ചവറൊന്ന് എണ്ണുക. കാരണം എന്നറിയാമോ, എനിക്കിൻ്റെ കണ്ണിൽ ശ്രേഷ്ഠമെന്ന് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവിലല്ല. അതായത് കൊരിന്ത്യ ലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വളരെ ഭയത്തോടും നടുക്കത്തോടും കൂടെയാണ് നിങ്ങളുടെ ഇടയിൽ ഇരുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും നിങ്ങളോട് പ്രസംഗിച്ചില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയുമാകുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട്, കാരണം വേറെ ഏതെല്ലാം എവിടൊക്കെ പൊങ്ങി വരുന്നോ ആ സമയത്തെല്ലാം ഉണ്ടല്ലോ, കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നോക്കുക. ഞാൻ പറയുന്നതെന്നറിയാമോ, എന്നെ ദൈവം ഒന്ന് മനസ്സിലാക്കി തന്ന ഒരു സിമ്പിളായിട്ടുള്ള രീതി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ത്യാഗങ്ങൾ വലുതായിട്ട് തോന്നുന്നത് എപ്പോഴാണെന്നറിയാമോ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ത്യാഗം അല്ലെങ്കിൽ സാക്രിഫൈസ് കാണാതെ പോകുമ്പോഴാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്രിഫൈസ് അല്ലെങ്കിൽ യാഗം, കർത്താവായ യേശുക്രിസ്തു ത്യജിച്ചത് നമ്മൾ കാണുമ്പം നമ്മൾ ത്യജിച്ചതൊന്നും അല്ല. നമ്മൾ ത്യജിച്ചതും നമ്മൾ വിട്ട് പോകുന്നതും എല്ലാം വളരെ വലുതായിട്ട് നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്രിഫൈസ് നമ്മൾ ഗ്രഹിച്ചിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു എന്തുവാ ത്യജിച്ചേ? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് തന്നെത്താൻ ഒഴിച്ചു എന്നൊക്കെ തിരുവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. സ്വർഗ സൗഭാഗ്യങ്ങൾ, പിതാവിൻ്റെ മടിയിലിരുന്ന സ്വന്തം പുത്രൻ അത് വിട്ടേച്ച് ഈ ഭൂമിയിൽ വന്ന ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച ആ ത്യാഗത്തിൻ്റെ വ്യാപ്തിയും ആഴവും നീളവും ഒന്നും ഗ്രഹിക്കാതെ പോകുമ്പോഴാണ് നമ്മൾ നമ്മുടേതെല്ലാം വലുതായിട്ട് നമുക്ക് കാണുന്നത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വലുതായിട്ട് തോന്നത്തില്ല. വേറെ എന്തെങ്കിലും വലുതായിട്ട് തോന്നുന്നതിൻ്റെ കാരണം കർത്താവായ യേശുവിനെ കാണേണ്ടതുപോലെ കണ്ടിട്ടില്ല. ആമേൻ. ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, ഈ കാളവണ്ടി, ഞാൻ സാറിന് പറയുന്നത്, കാളവണ്ടിയുടെ മുന്നിലാണ് കാളെ കെട്ടേണ്ടത്, കാളവണ്ടിയുടെ പുറയിലല്ല കാളെ കെട്ടേണ്ടത്. നമ്മൾ സാധാരണ എന്നറിയാമോ, ഈ മതവും ക്രിസ്തീയ മാർഗവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം കാളവണ്ടിയുടെ മുന്നിൽ കാളയെ കെട്ടുന്നുണ്ടോ പുറകിൽ കെട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതായത് മതം എപ്പോഴും പറയുന്നത്, നിങ്ങൾ അതെല്ലാം ചെയ്ത് കർത്താവിനെ അറിയുക, നിങ്ങൾ ഇത് വിട്ടിട്ട് കർത്താവിനെ അറിയുക, ഇത് കളഞ്ഞേച്ച് കർത്താവിനെ അറിയുക.
അല്ലെങ്കിൽ മദ്യപാനം നിർത്തിയിട്ട്, പുകവലി നിർത്തിയിട്ട്, വെറുക്കുത്ത് നിർത്തിയിട്ട്, അല്ലെങ്കിൽ ആ പരിപാടികളെല്ലാം നിർത്തിയിട്ട്, ഈ പരിപാടികളെല്ലാം നിർത്തിയിട്ട് കർത്താവിനെ അറിയുക. നിങ്ങളിതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ, ഇതൊക്കെ നിങ്ങൾ വിട്ടില്ലെങ്കിൽ കർത്താവ് നിങ്ങളെ പ്രസാദിക്കത്തില്ല. ഈ പ്രവൃത്തിയിലേക്കാണ്, അതായത് ഇത് കാളവണ്ടിയിലാണ് ഫോക്കസ്, അതാ മുന്നിൽ നിൽക്കുന്നത്. എന്നിട്ട് കാളെ കൊണ്ട് പുറകിൽ, അതായത് അതിനെ യഥാർത്ഥത്തിൽ കൊണ്ടുപോകുന്നത് കാളെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൊണ്ട് പുറകിലാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അങ്ങനല്ല ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഈ തനിക്ക് ലാഭമായിരുന്നതും തനിക്ക് ശ്രേഷ്ഠമെന്ന് തോന്നിയതും അതുമെല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണിയത് എന്ത് കണ്ടപ്പോഴാണ്? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. ഈ കാരണം കൊണ്ടാണ് ദൈവസഭയിൽ നിങ്ങൾ അതുപേക്ഷിക്കണം, ഇതുപേക്ഷിക്കണം, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് തൊടരുത്, ഇത് പിടിക്കരുത്, അത് ഉപയോഗിക്കരുത്, അത് ചെയ്യരുത് എന്നുള്ള പറയുന്നതിന് പകരം കർത്താവ് യേശുക്രിസ്തു എത്ര വലിയവനാ, എത്ര ശ്രേഷ്ഠനാ എന്ന് പറയാനായിട്ട് ഞാൻ സമയം ചെലവഴിക്കുന്നത്. അത് ദൈവം എനിക്ക് ഒരു റെവലേഷൻ. കാരണം കർത്താവ് പറഞ്ഞത്, നീ എന്നെ ഉയർത്തുക, ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്നാണ് പറഞ്ഞത്. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തമാണ് എന്തെങ്കിലും നമ്മൾ ചപ്പും ചവറും എണ്ണുന്നത്. അല്ലാതെ നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടോ, നമ്മുടെ പക്വതയേറിയ ജീവിതം കൊണ്ടോ, നമ്മുടെ അടുക്കും ചിട്ടയുമുള്ള ഇതൊന്നും അല്ല. ഇതൊക്കെ അതായത് ശരീരാഭ്യാസമൊക്കെ അല്പ പ്രയോജനമുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ലഭിക്കുന്നവനാണ് ബാക്കിയുള്ളതെല്ലാം ചപ്പും ചവറും എണ്ണുന്നത്. അതായത് ശ്രേഷ്ഠമായ ഒരു കാര്യം ലഭിച്ചത് കൊണ്ടാണ് മറ്റതെല്ലാം വേണ്ടെന്ന് വെച്ചത്. ഇത് മറ്റേതൊട്ട് കാണത്തുമില്ല, ഇതെല്ലാം കളയണമെന്ന് പറയുന്ന ആൾക്കാർ ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഞെരുങ്ങ. റോമലേഖനം 7-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്, 7-8 അധ്യായങ്ങൾ ഈ വിഷയം തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഇനി 9-ാം വാക്യം, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്നെണ്ണുന്നു. ആരുടെ നിമിത്തം? അവൻ്റെ നിമിത്തം. ഇവിടെ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്, കർത്താവ് യേശു ക്രിസ്തുവിനെ നേടേണ്ടതിന് താൻ എന്തോ ചെയ്ത്? ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല. അതായത് ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവം കൊടുത്ത കൽപ്പനകൾ അനുസരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നീതിമാൻ എന്ന് തോന്നുന്ന ആ നീതിയല്ല. ആ നീതിയിലുണ്ടല്ലോ ക്രിസ്തുവിനെ കാണത്തില്ല. അതായത് മോശ ന്യായപ്രമാണത്തെ റെപ്രസെൻ്റ് ചെയ്യുവാണ്, കർത്താവ് യേശു ക്രിസ്തു കൃപയുടെ പ്രമാണത്തെ റെപ്രസെൻ്റ് ചെയ്യുവാണ്. മോശയുടെ പുസ്തകം അല്ലെങ്കിൽ ന്യായപ്രമാണം, ബൈബിൾ പറയുവാണ്, ന്യായപ്രമാണം വായിക്കുമ്പോഴൊക്കെയും ഈ മൂടുപടം കിടക്കുന്നു. ക്രിസ്തുവിലേക്ക് നോക്കുമ്പോഴോ ഈ മൂടുപടം നീങ്ങിപ്പോകുന്നു. വാക്യം 2 കൊരിന്ത്യർ 3:15, മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇവിടെ പറയാണ് ന്യായപ്രമാണം, അല്ലെങ്കിൽ ന്യായപ്രമാണം എന്തോ? തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, കൽപ്പനകൾ, ഉപകൽപ്പനകൾ, പ്രമാണങ്ങൾ. അതിലേക്ക് നോക്കുമ്പോൾ മൂടുപടം നമ്മുടെ മുഖത്ത് കിടക്കുവാണ്. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് നേരത്തെ പറഞ്ഞത്. എന്തുവാണ്? ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി അല്ല എന്ന് പറഞ്ഞത്. അത് കിടക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ, ഇവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. ഈ ന്യായപ്രമാണം എന്തോ മൂടുപടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ന്യായപ്രമാണ പ്രകാരം ഒരു ജഡവും രക്ഷ പ്രാപിക്കുന്നില്ല. പിന്നെന്തുവാ ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരു മൂടുപടം ഇട്ടുകൊണ്ട് നടക്കുക. ഒരു ഫസാഡ് പോലെ ഇരിക്കുന്നത് അല്ലേ. എന്നിട്ട് പറയുവാണ്, മൂടുപടം നീങ്ങിയ മുഖത്ത് അതേ കർത്താവിനെ പ്രതിബിംബിക്കുന്നവരായി. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഈ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ്
കർത്താവിങ്കിലേക്ക് നോക്കുമ്പം നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ മുഖമാണ് അല്ലേ എന്ന് പറയുന്നത് പോലെ ഞാൻ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി യാക്കോബ് അപ്പോസ്തലൻ നിങ്ങളുടെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കി ഒരുവനോട് യോജിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഈ കണ്ണാടി, ഞാൻ ഈ കണ്ണാടിയെക്കുറിച്ചൊന്ന് പറയാം. നമ്മളെല്ലാവരും കണ്ണാടിയിൽ മുഖം നോക്കുന്ന ആൾക്കാരാണ് അല്ലേ. നമ്മൾ കണ്ണാടിയിൽ പോയി മുഖം നോക്കുമ്പം ആരുടെ മുഖമാണ് കാണുക? നമ്മുടെ മുഖമാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഇനി ന്യായപ്രമാണം ഒരു കണ്ണാടിയാണെങ്കിൽ, ന്യായപ്രമാണമാകുന്ന കണ്ണാടിയുടെ മുന്നിൽ പോയി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഈ ന്യായപ്രമാണമാകുന്ന കണ്ണാടി നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളെയും കാണിച്ചു തരും. അതിന് ന്യായപ്രമാണത്തിൻ്റെ ജോലി അതായിരുന്നു. ന്യായപ്രമാണത്താൽ പാപത്തെക്കുറിച്ചുള്ള ബോധമത്രേ വരുന്നത്. അപ്പം ന്യായപ്രമാണമാകുന്ന കണ്ണാടിയുടെ ജോലി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിൻ്റെ തലമുടി നേരെ ചീകിട്ടില്ല, നിൻ്റെ മുഖത്ത് പാടിരിപ്പുണ്ട്, ചെളിയിരിപ്പുണ്ട്, ആ കുഴപ്പം നിനക്കുണ്ട്, ഈ കുഴപ്പമുണ്ട്, നിൻ്റെ ഇരിപ്പ് നേരെയല്ല, നിൽപ്പ് നേരെയല്ല, നിനക്ക് അത് അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളെയും കാണിച്ചു തരാനുള്ള ഉത്തരവാദിത്തമായിരുന്നു ന്യായപ്രമാണത്തിനുള്ളത്. അതാണ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണം നല്ലത്. എന്തിനാ? ന്യായപ്രമാണം ഇല്ലെങ്കിൽ ഒരു കുറവില്ലെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കങ്ങ് പോകും. അതുകൊണ്ടാണ് ന്യായപ്രമാണം നമുക്ക് കാണിച്ചു തന്നത്. ഓക്കെ, ഇനി ഈ ന്യായപ്രമാണത്തിന് പക്ഷേ ഈ കുറവിനെ പരിഹരിക്കാനൊരു പറ്റത്തില്ല. ഒരു പല സ്ഥലങ്ങളിലും രൂത്തിൻ്റെ പുസ്തകത്തിനകത്ത് അവൻ പലതിനെയും വീണ്ടെടുക്കാൻ പറ്റും, പക്ഷേ രൂത്തിനെ വീണ്ടെടുക്കാനായിട്ട് ആദ്യത്തെ ചാർച്ചക്കാരന് കഴിയുകയില്ല. അത് പഴയ നിയമത്തിന് കഴിയത്തില്ല. മനുഷ്യനെ വീണ്ടെടുക്കാൻ ന്യായപ്രമാണത്തിന് ശക്തിയില്ല. മനുഷ്യൻ്റെ കുറവ് കാണിച്ചു തരാൻ മാത്രമേ ശക്തിയുള്ളൂ. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ ന്യായപ്രമാണപ്രകാരം ഒരു ജഡവും രക്ഷ പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ന്യായപ്രമാണപ്രകാരം ഒരു ജഡവും രക്ഷ പ്രാപിക്കുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കണം, ന്യായപ്രമാണമാകുന്ന കണ്ണാടി നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കാണിച്ചു തരിക മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ കുറവുകളെ മാറ്റാൻ ഒരു പരിഹാരവും കാണിക്കുന്നില്ല. ഇനി മറ്റൊരു കണ്ണാടിയുണ്ട്, അതാകുന്ന കർത്താവായ യേശു ക്രിസ്തു ആകുന്ന കണ്ണാടി. ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോണ്ടല്ലോ, ആ കണ്ണാടി ദൈവത്തിൻ്റെ പൂർണ്ണത കാണിച്ചു തരിക. അതായത് വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൻ്റെ പൈതല്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ, വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൻ്റെ പൈതല് ന്യായപ്രമാണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവനാണ്. അവന് ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല. അവൻ ഇനി ആ കണ്ണാടി നോക്കേണ്ടവനല്ല. അവൻ ക്രിസ്തുവാകുന്ന കണ്ണാടിയിൽ നോക്കിയിട്ട് അതേ രൂപമായി രൂപാന്തരപ്പെടണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ കണ്ണാടി നോക്കുമ്പം കർത്താവായ യേശു എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. അത് കാണുമ്പം ഓക്കെ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടി പോയിട്ട് തലമുടി ചീകുമല്ലോ അല്ലേ. തലമുടി ഇങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ ഈ തലമുടി ഇങ്ങനെ വല്ലാതിരിക്കാൻ പോയി തന്നെ ഇങ്ങനെ നമ്മൾ ചീകി നേരെയാക്കും എന്ന് പറയുന്നുണ്ടല്ലോ. കർത്താവായ യേശുവിനെ സൂക്ഷിച്ചു നോക്കി കർത്താവായ യേശുവിനെ പോലെ ആയിത്തീരുകയാണ് ചെയ്തത്. ന്യായപ്രമാണം നോക്കിയാൽ ഒരിക്കലും കർത്താവിനെ പോലെ ആയിത്തീരത്തില്ല. അതാ ഇവിടെ വായിച്ചിരിക്കുന്നത്. ന്യായപ്രമാണം വായിക്കുമ്പോഴെല്ലാം മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോഴോ മൂടുപടം നീങ്ങിപ്പോകുന്നു. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഞാൻ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട വിഷയമാണ്. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രം എന്നുള്ള വിഷയം അത് കിടക്കുന്നില്ല. 18-ാം വാക്യം, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ അതുപോലെ റിവീൽ ചെയ്യുന്നവർ, അതുപോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. 40 ദിവസം സീനായി മലയുടെ മുകളിൽ കയറി ദൈവത്തോടു കൂടെ ഇരുന്ന മോശയുടെ മുഖം തേജസ് ആയെങ്കിൽ മരണത്തിൻ്റെ ശുശ്രൂഷ, നീങ്ങിപ്പോകുന്ന ന്യായപ്രമാണത്തിൻ്റെ മരണത്തിൻ്റെ ശുശ്രൂഷ തേജസ്സുള്ളതാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ ശുശ്രൂഷ എത്രത്തോളം തേജസ്സേറിയതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കും തോറും ആ തേജസ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കുറവുകളിലേക്ക് നോക്കും തോറും നമ്മുടെ കുറവുകൾ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്നിരിക്കുന്ന മാനുഷിക കൽപ്പനകളിൽ നിന്ന് വിട്ടിട്ട് ക്രിസ്തു യേശുവിലേക്ക് നോക്കുവാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്.
മനസ്സിലാകുന്നുണ്ടല്ലോ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ന്യായപ്രമാണത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കുറവുകളെ കാണിക്കും. ആ കണ്ണാടിക്ക് വേറെ ഒരു ജോലിയുമില്ല. ന്യായപ്രമാണം നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കാണിച്ചു തരുവാൻ വേണ്ടിയുള്ള ഒരു കണ്ണാടിയാണ്. പക്ഷേ ന്യായപ്രമാണത്തിന് നമ്മളെ രക്ഷിക്കാനുള്ള ശക്തിയില്ല. ന്യായപ്രമാണത്തിൽ നോക്കിയാൽ നമ്മുടെ കുറവ് തീരത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണത്തിൽ നിന്ന് കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഉള്ള വിടുതൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഫിലിപ്പി ലേഖനത്തിന് തിരിച്ചു വന്നാൽ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ഫിലിപ്പി ലേഖനം 3:9, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി, അതായത് ഇത് ഞാൻ ഈ റോമാലേഖനം 7-ാം അധ്യായത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ബാക്കി ഭാഗമാണത്. 10-11 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ചു പറയാം. അവനിലിരിക്കേണ്ടതിന് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് നമ്മൾ വിശ്വസിക്കണം. എന്തോ വിശ്വസിക്കണമെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ നമ്മൾ മരിച്ചു. ഇനി ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. പക്ഷേ ഈ ക്രിസ്തുവിനെ എനിക്ക് പരിചയമില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുവിനെ സൂക്ഷിച്ച് നോക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ലഭിക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയേണ്ടത്. കാരണം വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ള ബോധ്യം നമുക്ക് തന്നെ ഇല്ല. നമുക്കുള്ള ബോധ്യം മുഴുവൻ പഴയ മനുഷ്യൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ബുദ്ധിയിലിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ആ പഴയ മനുഷ്യനുമായിട്ട് ജീവിച്ചതുകൊണ്ട് അവനെക്കുറിച്ച് മാത്രമേ നമുക്ക് അറിയാവൂ. പക്ഷേ ഈ പുതിയ സൃഷ്ടി ദൈവം ആക്കിയതാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതിയതായി തീർന്നിരിക്കുന്നു. അപ്പോൾ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ളതാണ്. ആ സൃഷ്ടി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്കറിയത്തേ ഇല്ല. ആ സൃഷ്ടി എങ്ങനെ ഇരിക്കുന്നു എന്നറിയണമെങ്കിൽ ഏത് കണ്ണാടിയുടെ മുന്നിൽ പോകണമെന്ന് അറിയാമോ? കർത്താവ് യേശു ആകുന്ന കണ്ണാടിയുടെ മുന്നിൽ പോകണം. കാരണം അവൻ ഇരിക്കുന്നത് പോലെ നാമും ഇരിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആസ് ഹി ഈസ് സോ ആർ വി ഇൻ ദിസ് വേൾഡ്. കർത്താവായ യേശു എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ തന്നെയാണ് പുതിയ സൃഷ്ടിയായിരിക്കുന്ന നമ്മളും ഇരിക്കുന്നത്. അത് നമ്മൾ ഗ്രഹിക്കാത്തടത്തോളം കാലം നമുക്കത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കത്തില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഫിലോമോൻ്റെ ലേഖനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മയെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് നമ്മുടെ വിശ്വാസത്തെ ഫലവത്താക്കുന്നത് എന്ന് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുഭവപ്പെട്ട് അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി, അത് റിസറക്ഷൻ പവറും മനസ്സിലാക്കിയിട്ട് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു, നമ്മൾ കർത്താവിൻ്റെ കൂടെ നമ്മളും പോയി കഷ്ടം അനുഭവിക്കണം എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, അത് ദൈവം കൊണ്ടിരുന്നതല്ല, അത് പിശാച് കൊണ്ടിരുന്നതാണ്. അതിനെക്കുറിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എന്ന് വെച്ചാൽ ഫെലോഷിപ്പ് ഓഫ് ദ സഫറിംഗ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു എന്ത് മാത്രം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാൻ ഗ്രഹിക്കാത്തത്തോളം കാലം ഇതിന് വാല്യൂ നമ്മൾ കൊടുക്കത്തില്ല. ഇത് കൃപയെന്ന് പറയുന്നത് സൗജന്യമായിട്ട് ലഭിച്ചതാണ്, നമുക്ക് ഫ്രീയാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ അതിന് കൊടുത്ത വിലയുണ്ടല്ലോ, യേശു കൊടുത്ത വിലയാണ്, അത് അതിഭയങ്കരമായ വിലയാണ്. ആ വിലയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ കഷ്ടാനുഭവങ്ങളുടെ ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ കൂടെ ആ വില നമ്മൾ മനസ്സിലാക്കുക ചെയ്യേണ്ടത്. യേശു എന്തുമാത്രം പങ്കപ്പാടുകൾ അനുഭവിച്ച്, എന്തുമാത്രം കഷ്ടത അനുഭവിച്ച്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞത്, ഈ നമ്മുടെ ത്യാഗമൊക്കെ നമുക്ക് വലുതായിട്ടിരിക്കുന്നത് യേശുവിൻ്റെ ത്യാഗം എന്തോ അന്ന് കാണാത്തത് കൊണ്ടാണ്. നമ്മുടെ സാക്രിഫൈസിനെയൊക്കെ നമ്മൾ വലുതായിട്ട്, ഞാൻ എൻ്റെ ജോലി വിട്ടേച്ച് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി, ഞാൻ അത് വിട്ടേച്ച് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി, ഇതൊക്കെ നമ്മൾ വലുതായിട്ട് കാണുന്നതിൻ്റെ കാരണം അറിയാമോ? കർത്താവ് എന്തോ വിട്ടേച്ചാൽ നമ്മളെ വിടുവിക്കാൻ വന്നതെന്നുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ചെയ്തതൊന്നും അല്ല കർത്താവിൻ്റെ പ്രവൃത്തിയുടെ മുമ്പിൽ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നാമാണ് പരിച്ഛേദനക്കാർ. എന്തുവാ? നമ്മുടെ ജഡത്തിൽ ആശ്രയിക്കുക, നമ്മുടെ ഈ ശുഷ്കാന്തിയിലോ നമ്മുടെ ദൈവവചനത്തിൻ്റെ പഠനത്തിലോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലോ നമ്മൾ അതായതുകൊണ്ടോ നല്ലവനായതുകൊണ്ടോ ഇതിലോട്ടൊന്നും അല്ല നമ്മൾ നോക്കുന്നത്. എൻ്റെ യേശു നല്ലവനായതുകൊണ്ട്, എൻ്റെ യേശു വലവനായതുകൊണ്ട്, എൻ്റെ യേശു വിടുവിക്കുന്നവനായതുകൊണ്ട്, എൻ്റെ യേശു രക്ഷകനായതുകൊണ്ട്, എൻ്റെ യേശു സൗഖ്യദായകനായതുകൊണ്ട്, ഞാൻ സൗഖ്യമായതിൻ്റെ കാരണം എൻ്റെ നല്ല നടപ്പോ എൻ്റെ ജീവിത വിശുദ്ധിയോ എൻ്റെ സ്വഭാവ വിശുദ്ധിയോ ഒന്നും അല്ല, എൻ്റെ യേശു സൗഖ്യദായകനായതുകൊണ്ട് മാത്രമാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് ലഭിക്കാനിടയായത് ഞാൻ സ്നേഹിക്കാൻ കൊള്ളാവുന്നവനായതുകൊണ്ടൊന്നുമല്ല, എൻ്റെ ദൈവം സ്നേഹമായതുകൊണ്ടാണ്. എൻ്റെ ജീവിതത്തിലെ സ്വർഗത്തിലെ നന്മകൾ ഞാൻ അനുഭവിക്കുന്നതിൻ്റെ കാരണം അതിനുള്ള യോഗ്യത എനിക്ക് ഉണ്ടായിട്ടുള്ളത് കൊണ്ടല്ല, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവം കർത്താവ് യേശുവിൽ എന്നെ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണ്. ഇതാ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയും, ഇതാ ക്രിസ്തുവിനെ നേടുക എന്ന് പറയുന്നത്.
ഒക്കെ പറയുന്നത്. എന്നിട്ട് പറയാണ്, വല്ല വിധേനെ മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചാൽ അവൻ്റെ നിമിത്തം എല്ലാം ചപ്പും ചവറും എന്ന് എണ്ണുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചപ്പും ചവറും എന്ന് എണ്ണീട്ട് കർത്താവിനെ അനുഗമിക്കാനല്ല പറഞ്ഞ്, കർത്താവിനെ കാണുമ്പോൾ, കർത്താവിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതിനൊന്നും വലിയ വാല്യൂ കാണാതെ പോകുന്നതാണ്. എന്നിട്ട് 12 പറയാണ്, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. ഞാൻ കർത്താവ് എന്നെ പിടിച്ചിട്ടുണ്ട്, എനിക്കും അതൊന്ന് ഗ്രഹിക്കാമോ എന്ന് ഞാനൊന്ന് നോക്കുക, എനിക്കൊന്ന് പിടിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കുക. അതായത് എൻ്റെ യേശു എന്നെ പിടിച്ചു, അവൻ്റെ കയ്യിൽ നിന്ന് ആർക്കും എന്നെ പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. ഞാൻ അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്. എനിക്ക് എന്താണെന്നറിയാമോ, എനിക്കൊന്ന് ഫീൽ ചെയ്യണം, എനിക്കൊന്ന് എൻ്റെ യേശു അപ്പച്ചനെ അറിയണം. അവൻ എന്നെ പിടിച്ചു ഓൾറെഡി. ആ കർത്താവ് എൻ്റെ കരത്തെ പിടിച്ചിരിക്കുക, എന്നെ അവന് ഒരു നാളും കൈവിടത്തില്ല. അല്ലെ, അങ്ങനെ അവൻ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഈ കൈവിടത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് എന്നെ പിടിച്ചിരിക്കുകയല്ല, എന്നെ കൈവിടത്തില്ല. അതുകൊണ്ട് എനിക്കും ഒന്ന് ആ യേശുവിനെ ഒന്ന് പിടിക്കണം, എനിക്ക് ആ കർത്താവിനോട് ചേർന്ന് ഒന്ന് നടക്കണം, എനിക്കൊന്ന് ഗ്രഹിക്കണതാ. എനിക്ക് പിടിക്കാമോ എന്ന് വെച്ചു പിന്തുടരുന്നേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു നിരൂപിക്കുന്നില്ല, പക്ഷെ ഒന്നും ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമുക്ക് ഇന്ന പോൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഈ സെക്കൻഡ് വരെ ഉള്ളത് പുറയിലുള്ളതിലെല്ലാം മറക്കുക. ഞാൻ മുന്നോട്ടാണ് എൻ്റെ ദൃഷ്ടി വെച്ചിരിക്കുന്നത്. എൻ്റെ മുന്നിൽ ആരാ ഉള്ളത്? എൻ്റെ ദൈവം എൻ്റെ മുമ്പ്, എൻ്റെ കർത്താവ് യേശു എൻ്റെ മുമ്പിലിരിക്കുന്നത്. ആ കർത്താവിലേക്ക് നോക്കി ഞാൻ പ്രകാശിതനായി. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. നമ്മുടെ സ്വന്തം ജഡത്തിലല്ല, സ്വന്തം പ്രവൃത്തിയിലല്ല, സ്വന്തം വിവേകത്തിലല്ല, സ്വന്തം വിശുദ്ധിയിലല്ല, സ്വന്തം നീതിയിലല്ല, ന്യായപ്രമാണം അനുസരിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന സ്വന്തം നീതിയല്ല, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നീതി തന്നെ ലഭിക്കേണ്ടതിന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. കർത്താവിങ്കിലേക്ക് നോക്കുമ്പോൾ മൂടുപടം നീങ്ങിപ്പോയി, അവിടെ തേജസ് വ്യാപരിക്കുക. ആ പ്രതിബിംബം പോലെ ഞാനും പ്രതിഫലിക്കാൻ തുടങ്ങുക. അങ്ങനെ നോക്കിക്കൊണ്ട് പിമ്പിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ലാക്കിലേക്ക് വിശ്വാസത്തോടെ ഓടുവാനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഒരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്താം. സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധി ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയും ആഗ്രഹിതാപ്പ അങ്ങയുടെ പരിജ്ഞാനത്തിന് ശ്രേഷ്ഠത ഗ്രഹിക്കും. എൻ്റെ യേശു അപ്പച്ചനെ ഞങ്ങൾക്കൊന്ന് അറിയണം. അപ്പോൾ ഞങ്ങൾക്ക് അറിയേണ്ടതെന്തോ, കർത്താവ് യേശുവെ, അങ്ങ് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? കർത്താവെ, അങ്ങ് ഈ ഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഈ പരമയാഗമായി തീർന്നത് എന്തിനാ അപ്പച്ച? അതിൻ്റെ അകത്ത് കൂടെ എനിക്ക് ലഭിച്ചത് എന്താ അപ്പച്ച? ഞങ്ങൾക്ക് ലഭിച്ചത് എന്താ അപ്പച്ച? അതുപോലെ കർത്താവെ, അങ്ങയുടെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തന്നെ അങ്ങയുടെ ശ്രേഷ്ഠ സ്വഭാവം എനിക്കൊന്ന് കാണണം. അങ്ങയുടെ മഹത്വം എനിക്കൊന്ന് കാണണം. അങ്ങയുടെ പ്രൊട്ടക്ഷൻ, കരുതൽ എനിക്കൊന്ന് കാണണം. അങ്ങയുടെ പ്രൊവിഷൻ എനിക്കൊന്ന് കാണണം. അങ്ങയുടെ സ്നേഹം എനിക്കൊന്ന് കാണണം. അതിൻ്റെ ആഴവും നീളവും ഉയരവും ഒക്കെ എനിക്കൊന്ന് ലഭിച്ചറിയണം. കർത്താവ് യേശുവിനെ അല്ലാതെ മറ്റൊന്നും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിനകത്ത് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ക്രിസ്തുയേശുവിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നപ്പ. അതിനായിട്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തുന്നു. കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹത്തോടെ അയക്കുന്നതിനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദൈവം നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക. കർത്താവ് നമ്മളെ ശക്തീകരിക്കും, ബലപ്പെടുത്തും. കർത്താവിന് വേണ്ടി വളരെ ശക്തിയോടെ ശോഭിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം.